ഗുഡ് മോർണിംഗ്. നമ്മൾ സൊല്യൂഷന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിത് സൊല്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. നമ്മൾ ഹെൻറീസ് ലോ പഠിച്ചതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് റൗൾട്ട്സ് ലോ. എന്താ സാധനം? റൗൾട്ട്സ് ലോ. സൊല്യൂഷനെ സംബന്ധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് എന്തോ സാധനം? റൗൾട്ട്സ് ലോ. നമ്മൾ റൗൾട്ട്സ് ലോ പഠിക്കുമ്പോൾ റൗൾട്ട്സ് ലോ ഫോർ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ എ സോൾവെന്റ് ഉണ്ട്, അതുപോലെ റൗൾട്ട്സ് ലോ ഫോർ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ എ സോൾവെന്റ് ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. നമുക്ക് പഠിക്കേണ്ടത് വോളറ്റൈൽ സൊല്യൂട്ടിന്റെ റൗൾട്ട്സ് ലോ ആണ്. റൗൾട്ട്സ് ലോ ഫോർ വോളറ്റൈൽ സൊല്യൂട്ട്. ലോ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് each component in a solution is directly proportional to the mole fraction of the component എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഞാനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ട് ഡെഫിനിഷനിലേക്ക് വരാം. അതായത് ഞാനൊരു ബൈനറി സൊല്യൂഷനെ കൺസിഡർ ചെയ്യണം. ആരെ കൺസിഡർ ചെയ്യാണ്? ബൈനറി സൊല്യൂഷൻ. എന്താ ബൈനറി സൊല്യൂഷൻ? രണ്ട് കമ്പോണന്റുകളുള്ള ഒരു സൊല്യൂഷനെ പറയുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. എന്തിനുള്ള കമ്പോണന്റുകൾ? 1 ഉം 2 ഉം ആണെന്നിരിക്കട്ടെ. ഒന്നാമത്തെ കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ P1 ഉം രണ്ടാമത്തെ കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ P2 ആണെന്നിരിക്കട്ടെ. ഒന്നാമത്തെ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ Chi1 ഉം രണ്ടാമത്തെ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ Chi2 ഉം ആണ് എന്നിരിക്കട്ടെ. സപ്പോസ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. എങ്കിൽ ലോ പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് directly proportional to mole fraction of that component. ഇതിനകത്തുള്ള ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ലോ പറഞ്ഞിരിക്കുന്നത്. അതായത് P1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi1, P2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi2. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാമല്ലോ. എങ്ങനെ മാറ്റാം? പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് P1 ഈക്വൽ ടു, ഇവിടെ കൊടുക്കുന്ന കോൺസ്റ്റന്റ് P10. എന്താ P10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കമ്പോണന്റ് പ്യുവർ കമ്പോണന്റ് ആയിരിക്കുമ്പോൾ വേപ്പർ പ്രഷർ. എന്താ പ്യുവർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ P1 എന്ന് പറഞ്ഞാൽ സൊല്യൂഷനകത്തുള്ള ഒന്നാമത്തെ കമ്പോണന്റ് പ്രഷർ ആണ് P1. 1 ഉം 2 ഉം കൂടെ ചേർന്ന് സൊല്യൂഷൻ ആവുമല്ലോ. ആ സൊല്യൂഷനകത്തുള്ള ഫസ്റ്റ് കമ്പോണന്റിന്റെ പ്രഷർ ആണ് എന്തോ സാധനം? സൊല്യൂഷനകത്ത് സൊല്യൂഷൻ സ്റ്റേജിൽ ഇരിക്കുമ്പോഴുള്ള പ്രഷർ ആണ് P1. ഇനി P10 എന്ന് പറഞ്ഞാൽ ആ 1 എന്ന് പറഞ്ഞ കമ്പോണന്റ് മാത്രം എടുത്തൊരു ബീക്കറിനകത്തേക്ക് വയ്ക്കുക. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. ആര് മാത്രമേ ഉള്ളൂ? ആ ഒന്നാമത്തെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രഷറാണ് പ്യുവർ കമ്പോണന്റ് പ്രഷർ എന്ന് പറയുന്നത് P10. അതെല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പ്യുവർ കമ്പോണന്റുകളുടെ വേപ്പർ പ്രഷർ എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് P10. നമ്മൾ നോട്ട് ചെയ്തു. ദാറ്റ് ഈസ് P10 into Chi1. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതുപോലെ ഇങ്ങനെ എഴുതാം P2 ഈക്വൽ ടു, പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇവിടെ എന്താ കൊടുക്കുക? പ്യുവർ കമ്പോണന്റ് പ്രഷർ P20 into Chi2. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിച്ചോട്ടെ. നമുക്കറിയാം ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാ. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താ പറയുക? പ്ലസ് 1 പഠിച്ച കാര്യമാണ്, ഓർമ്മയുണ്ടാവും. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ലോ എന്താ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞോളൂ. ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സർ ഓഫ് എ നോൺ റിയാക്ടിംഗ് ഗ്യാസസ് will be equal to the sum of the partial pressures of the individual components. പരസ്പരം റിയാക്ട് ചെയ്യാത്ത കുറച്ച് ഗ്യാസുകളുടെ മിക്സർ എടുത്താൽ അതിന്റെ ആകെ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ കമ്പോണന്റിന്റെയും പ്രഷറിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് കമ്പോണന്റ് 1 ഉം 2 ഉം അതിന്റെ ആകെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കമ്പോണന്റിന്റെയും രണ്ടാമത്തെ കമ്പോണന്റിന്റെയും പ്രഷറിന്റെ സമ്മിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പഠിച്ച കാര്യമല്ലേ? ഇവിടെ P1 ന്റെ വാല്യൂ അറിയാം, P2 ന്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ദാറ്റ് ഈസ് P total equal to P1 ന്റെ വാല്യൂ എന്താ? P10 into Chi1. എന്താ P2 ന്റെ വാല്യൂ? P20 into Chi2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമുക്കിനി അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ മോൾ ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. നമുക്കറിയാം Chi1 plus Chi2 എത്രയാ വാല്യൂ? 1. Sum of the mole fractions of all the components in a solution is unity. ഒരു സൊല്യൂഷനത്തുള്ള എല്ലാ കമ്പോണന്റുകളുടെയും മോൾ ഫ്രാക്ഷൻ തുക എത്രയായിരിക്കും? 1 ആയിരിക്കും. പഠിച്ച കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ രണ്ട് കമ്പോണന്റേ ഉള്ളൂ, 1 ഉം 2 ഉം. അപ്പോൾ അവയുടെ രണ്ടിന്റെയും മോൾ ഫ്രാക്ഷൻ തുക എത്രയായിരിക്കണം? 1 ആയിരിക്കണം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടുത്തെ Chi1 ഈക്വൽ ടു എങ്ങനെ എഴുതാം? പറഞ്ഞേ. വളരെ സിമ്പിളാ. Chi1 ഈക്വൽ ടു
1 മൈനസ് chi2. കൺഫ്യൂഷൻ ഇല്ല, കിട്ടിയില്ലേ? ഈ 1 മൈനസ് chi2 ന്റെ വാല്യൂ ഈ chi കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് പി ടോട്ടൽ ഈക്വൽ ടു പറയാം, പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു എന്താ chi1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് chi2 പ്ലസ് എന്താ P20 ഇൻറ്റു chi2. അവിടെ മാറ്റങ്ങളൊന്നുമില്ല, P20 ഇൻറ്റു chi2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമുക്ക് ഈ P10 അകത്തേക്ക് മൾട്ടിപ്ലൈ, അപ്പോൾ എന്ത് കിട്ടും? P ടോട്ടൽ ഈക്വൽ ടു P10 മൈനസ് P10 ഇൻറ്റു chi2 പ്ലസ് P20 ഇൻറ്റു chi2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ദാറ്റ് ഈസ് P ടോട്ടൽ ഈസ് ഈക്വൽ ടു P10, ഇത് രണ്ടിലും chi2 കോമൺ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ, chi2 കോമൺ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? പ്ലസ് P2 മൈനസ് P10 ഇൻറ്റു chi2. കൺഫ്യൂഷൻ ഉണ്ടോ? മൾട്ടിപ്ലൈ ഇതുപോലെ കിട്ടും, P20 ഇൻറ്റു chi2 മൈനസ് P10 ഇൻറ്റു chi2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതാണ് റൗൾട്ട്സ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. കൺഫ്യൂഷൻ ഉണ്ടോ? P ടോട്ടൽ ഈസ് ഈക്വൽ ടു P10 പ്ലസ് P20 മൈനസ് P10 ഇൻറ്റു chi2. ഇത് നമ്മൾ സൊല്യൂട്ടിന്റെ ടേമിൽ എഴുതിയ chi2 സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ടേമിൽ എഴുതിയത്. രണ്ടുപേരും വോളറ്റൈൽ ആണെന്ന് പറഞ്ഞു. അതായത് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്, ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquid, partial vapor pressure of each component is directly proportional to its mole fraction എന്നാ പറഞ്ഞത്. നമ്മൾ ഈ പറയുന്ന റൗൾട്ട്സിലോ അവിടെ സൊല്യൂട്ട് എന്താണ്? വോളറ്റൈൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടുപേരും വോളറ്റൈൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ എഴുതുന്നത് എന്താണ്? സൊല്യൂട്ടിന്റെ ടേമിൽ എടുത്തു എങ്കിൽ നമുക്ക് ആരുടെ ടേമിൽ വേണമെങ്കിലും പറയാം, സോൾവെന്റിന്റെ ടേമിൽ വേണമെങ്കിലും പറയാം. എങ്ങനെ? ഇവിടെ നമ്മൾ chi1 ന്റെ വാല്യൂ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ ആരെ കണ്ടുപിടിക്കുക? chi2. ആരെ കണ്ടുപിടിക്കുക? chi2 വേണം ചെയ്ത് നോക്കാം. എങ്ങനെ ഇവിടുന്ന് ഈ ഇക്വേഷൻ chi2 എങ്ങനെ എഴുതുക? chi2 ഈക്വൽ ടു എന്ന് പറഞ്ഞേ ഈ ഇക്വേഷൻ പറയാം. chi2 ഈക്വൽ എന്തായിരിക്കും? 1 മൈനസ് chi1. നേരെ ഈ ഇക്വേഷൻ എടുത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, പി ടോട്ടലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, എങ്ങനെ കിട്ടും? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു chi1 പ്ലസ് P20 ഇൻറ്റു chi2 എന്ത് കൊടുക്കാം? 1 മൈനസ് chi1. കൺഫ്യൂഷൻ ഇല്ലല്ലോ. chi2 ന്റെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് P ടോട്ടൽ ഈക്വൽ ടു P10 ഇൻറ്റു chi1 പ്ലസ് പത്തിന് മൾട്ടിപ്ലൈ ചെയ്തേ P20 മൈനസ് P20 ഇൻറ്റു chi1. കൺഫ്യൂഷൻ ഉണ്ടോ? ദാറ്റ് ഈസ് P ടോട്ടൽ ഈക്വൽ ടു P20 ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് എഴുതി, P20 രണ്ടിലും chi1 കോമൺ അല്ലേ? അപ്പൊ chi1 പുറത്തെടുത്ത് എങ്ങനെ എഴുതാം? P10 മൈനസ് P20 ഇൻറ്റു chi1. P10 മൈനസ് P20 ഇൻറ്റു chi1. കൺഫ്യൂഷൻ ഇല്ലല്ലോ. P10 മൈനസ് P20 ഇൻറ്റു chi1 രണ്ട് ഒരുപോലെ തന്നെ കിട്ടും. ഒരു കുഞ്ഞു വ്യത്യാസം, ഇവിടെ ഇൻ ടേംസ് ഓഫ് സെക്കൻഡ് കമ്പോണന്റും ഇവിടെ ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് കമ്പോണന്റും. കാരണം ഇങ്ങനെ പറയാൻ കാര്യം, ഇവിടെ രണ്ട് കമ്പോണന്റ് എന്താണ്? വോളറ്റൈൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. റൗൾട്ട്സ് ലോ ഫോർ വോളറ്റൈൽ സൊല്യൂഷൻ അല്ലെങ്കിൽ വോളറ്റൈൽ കമ്പോണന്റ്സ്. For a solution of volatile liquid, for a solution of volatile liquid, രണ്ട് കമ്പോണന്റ് എന്തായിരിക്കണം? volatile ആയിരിക്കണം. രണ്ട് കമ്പോണന്റും volatile ആയിരിക്കണം. For a solution of volatile liquid, partial vapor pressure of each component is directly proportional to its mole fraction. Directly proportional to its mole fraction. Confusion ഉണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? ഓർത്ത് വെച്ചുകൂടെ? ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. That is P total equal to നോക്കി എന്ന് പറയണം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം. എന്താ P10? പാർഷ്യൽ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. P20 എന്താ? കോൺസ്റ്റന്റ് അല്ലേ? P20 കോൺസ്റ്റന്റ് ആണ്, P10 അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു chi2. കൺഫ്യൂഷൻ ഉണ്ടോ? ദാറ്റ് ഈസ് P ടോട്ടൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു chi2 എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? അതുപോലെ ഇവിടെ എങ്ങനെ എഴുതാം? P ടോട്ടൽ ഈക്വൽ ടു, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറയാം, ഇൻറ്റു chi1. ദാറ്റ് ഈസ് P ടോട്ടൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു chi1 എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? ഇതല്ലേ റൗൾട്ട്സ് ലോ പറഞ്ഞത്? പാർഷ്യൽ വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഒറ്റ ക്രൈറ്റീരിയൻ കമ്പോണന്റ് എന്തായിരിക്കണം? വോളറ്റൈൽ ആയിരിക്കണം എന്ന് ഓർക്കുക. ഇപ്പൊ എന്താ റൗൾട്ട്സ് ലോ പറഞ്ഞിരിക്കുന്നത്? ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. വളരെ സിമ്പിൾ ആയി ഓർത്തൂടെ? അതായത് ഇവിടെ റൗൾട്ട്സ് ലോ പറയുന്നത് വോളറ്റൈൽ ലിക്വിഡ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞത്? വോളറ്റൈൽ ലിക്വിഡ്സിന്റെ റൗൾട്ട്സ് ലോ ആണ്. ലോ എന്താ പറഞ്ഞിരിക്കുന്നത്?
For a solution of volatile liquids, partial vapor pressure of each component is directly proportional to its mole fraction. Definition പഠിച്ചു വെച്ചേക്കുക. Each component പറയാൻ കാര്യം രണ്ടുപേരും ഇവിടെ എന്താണ്, volatile ആണ്. അപ്പൊ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, Raoult's law for non volatile solute നമ്മൾ എങ്ങനെ പറയും? വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക. Raoult's law for non volatile solute എന്ത് പറയണം? Partial vapor pressure of solution is directly proportional to mole fraction of the solvent എന്ന് പറയണം. അവിടെ volatile ആയിട്ടുള്ള ആര് മാത്രമേ ഉള്ളൂ? solvent മാത്രമേ ഉള്ളൂ. solute എന്താണ്? non volatile. solute എന്താണ്? non volatile. അപ്പൊ non volatile solute ആണ് നമ്മൾ എങ്ങനെ പറയും? വളരെ സിമ്പിൾ ആയി ഓർക്കുക. solute non volatile അല്ലേ? അതുകൊണ്ട് തന്നെ partial vapor pressure is directly proportional to mole fraction of the solvent. ഇവിടെ സൊല്യൂട്ടിന്റെ വേപ്പർ പ്രഷർ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല. കാരണം എന്താ? സൊല്യൂട്ട് നോൺ വോളറ്റൈൽ അല്ലേ? കാര്യം മനസ്സിലായോ? സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിൽ സൊല്യൂട്ടിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ല. കാരണം സൊല്യൂട്ട് എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. അതുകൊണ്ട് തന്നെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ആരുടെ വേപ്പർ പ്രഷർ ആയിരിക്കും? സോൾവെന്റ് വേപ്പർ പ്രഷർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോ ഇങ്ങനെയാണ് പറയുന്നത്, partial vapor pressure of the solution is directly proportional to the mole fraction of the solvent. Mole fraction of the solvent for a non-volatile solute. കാര്യം മനസ്സിലായോ? നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? Raoult's law for volatile solute ആണ്, volatile solution ആണ്. ഞാൻ കൂട്ടത്തിൽ കയറ്റി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. Raoult's law for non-volatile solute പറയുമ്പോൾ partial vapor pressure is directly proportional to the mole fraction of the solvent. കാരണം solute എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. സൊല്യൂട്ടിന്റെ വേപ്പർ പ്രഷർ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, സൊല്യൂഷൻ വേപ്പർ പ്രഷറിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ അല്ലേ? ഓർക്കാലോ. അടുത്ത നമ്മൾ നോക്കേണ്ടത് Raoult's lawയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, എക്സാം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് Raoult's law. നമ്മൾ പറയുന്നത് Raoult's law പറയുമ്പോൾ ഒരു ബൈനറി സൊല്യൂഷനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ബൈനറി സൊല്യൂഷനകത്ത് രണ്ട് കമ്പോണന്റ് നേരത്തെ പറഞ്ഞു, 1 ഉം 2. ഒന്നാമത്തെ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ chi1 എന്നും രണ്ടാമത്തെ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ chi2 ആണെന്നും പറഞ്ഞു. ഒന്നാമത്തെ കമ്പോണന്റ് വേപ്പർ പ്രഷർ P1 ഉം രണ്ടാമത്തെ കമ്പോണന്റ് വേപ്പർ പ്രഷർ P2 ആണെന്നും പറഞ്ഞു. ഞാൻ വരയ്ക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ബൈനറി സൊല്യൂഷന്റെ ഗ്രാഫ് ആണ്. എക്സ് ആക്സിസിൽ എടുക്കുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. എന്താ സാധനം? മോൾ ഫ്രാക്ഷൻ. y ആക്സിസിൽ എടുക്കുന്നത് വേപ്പർ പ്രഷർ ആണ്. y ആക്സിസിൽ സാധനം എന്താണ്? വേപ്പർ പ്രഷർ. നമുക്കറിയാം പാർഷ്യൽ പ്രഷറും വേപ്പർ പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ. ഇത് ബൈനറി സൊല്യൂഷന്റെ ഗ്രാഫ് ആണ്, ശ്രദ്ധാപൂർവ്വം നോക്കണം. ഇത് y ആക്സിസ്, എന്താ സാധനം? x ആക്സിസ്. ഇത് എന്ത് തന്നെയാണ്? y ആക്സിസ് ആണ്. നോക്കിയിരിക്കുക. ഇപ്പൊ ബൈനറി സൊല്യൂഷൻ രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്നാമത്തെ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ chi1. chi1ന്റെ മിനിമം വാല്യൂ എത്രയായിരിക്കും? നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമുള്ളൂ. നമുക്കറിയാം chi1 പ്ലസ് chi2 എത്രയായിരിക്കും വാല്യൂ? 1. മിനിമം വാല്യൂ ഒറിജിന്റെ വാല്യൂ എത്രയാ? 0. മാക്സിമം വാല്യൂ അപ്പോൾ എത്രയായിരിക്കും? 1 ആയിരിക്കും. കാരണം രണ്ടും കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടുള്ളൂ? 1. അതുകൊണ്ട് തന്നെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഗ്രാഫ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടെ ആക്സിസിൽ മുട്ടിയ മാക്സിമം വാല്യൂ അതാ. അതിന് പറഞ്ഞ പേര് P10. എന്ത് പറയും? P10 എന്ന് പറയും. ആക്സിസിൽ മുട്ടിയപ്പോൾ നമ്മൾ എന്ത് പറയും? P10 മാക്സിമം വാല്യൂ. ഈ ഗ്രാഫിന് നമ്മൾ പറയുന്ന പേര് P1. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി chi1ന്റെ വാല്യൂ 0 ആകുമ്പോൾ എന്തായിരിക്കും chi2 വാല്യൂ? പറയാൻ കഴിയുന്നേ ഉള്ളൂ, 1 ആണ്. കാരണം എന്നെ കൂടെ ആദ്യം നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. chi1ന്റെ വാല്യൂ 0 ആയാൽ chi2ന്റെ വാല്യൂ 1 ആണ്. എങ്കിൽ chi1ന്റെ വാല്യൂ 1 ആയാൽ chi2 എന്തായിരിക്കും? 0. ആദ്യം നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണ്ടേ? അപ്പൊ ഗ്രാഫ് എവിടെ നിന്ന് എവിടേക്കാ? 0 to 1 ഇങ്ങോട്ടായിരിക്കും. ഗ്രാഫ് എന്തിന്റെ മാറ്റമൊന്നുമില്ല. എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഈ ഗ്രാഫിന് എന്ത് കൊടുക്കുന്നു? P2 എന്ന് കൊടുക്കുന്നു. ഒറിജിനൽ മുട്ടിയ പോകാൻ നമ്മൾ എന്ത് കൊടുക്കുന്നു? മാക്സിമം വാല്യൂ P2 0. ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ P ടോട്ടൽ ആയിരിക്കും. ഇതായിരിക്കും P ടോട്ടൽ. ദാറ്റ് ഈസ് P1 plus P2. P1 plus P2 രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബൈനറി സൊല്യൂഷന്റെ ഗ്രാഫ് വരച്ചത് രണ്ട് കമ്പോണന്റുകളുടെയും വേപ്പർ പ്രഷറിന്റെ മാക്സിമം വാല്യൂ ഒരുപോലെ ഇരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു കമ്പോണന്റ് വേപ്പർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും, മറ്റാളുടെ എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ വരച്ചേക്കുന്നത് എങ്ങനെയാണ്? P10 കൂടുതലും P20 എന്താണ്? കുറവുമായിട്ടാണ് വരച്ചിരിക്കുന്നത്. P10 കൂടുതലും P20 കുറവായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കമ്പോണന്റ് വേപ്പർ പ്രഷർ എന്തായിരിക്കണം? കുറവായിരിക്കണം. രണ്ടും ഒരിക്കലും ഒരുപോലെ വരാറില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഒരിക്കൽ കൂടെ ഞാൻ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം.
എക്സ് ആക്സിൽ എന്തെടുക്കുക? മോൾ ഫ്രാക്ഷൻ. y ആക്സിൽ എന്തെടുക്കുക? വേപ്പർ പ്രഷർ. രണ്ട് കമ്പൗണ്ട് അല്ലേ, ബൈനറി സൊല്യൂഷൻ അല്ലേ. ഒന്നാമത്തെ കമ്പൗണ്ടിന്റെ മോൾ ഫ്രാക്ഷൻ chi1, അതിന്റെ മിനിമം വാല്യൂ ഒറിജിനൽ അല്ലേ 0, മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഗ്രാഫ് എന്ത് തന്നെയാണ്? സ്ട്രൈറ്റ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ. ഇവിടെ ആക്സിൽ മുട്ടിയ പോയിന്റ് നമ്മൾ എന്ത് പറയും? P10 മാക്സിമം വാല്യൂ. ഗ്രാഫിന് എന്ത് പറയും? P1. കൺഫ്യൂഷൻ ഇല്ലല്ലോ. രണ്ടാമത്തെ കമ്പൗണ്ട് വരയ്ക്കാം. chi1 ന്റെ വാല്യൂ 0 ആണെങ്കിൽ chi2 എന്തായിരിക്കണം? 1. എന്നോട് ആദ്യം കൊണ്ട് കിട്ടണ്ടേ? chi1 ന്റെ വാല്യൂ 1 ആണെങ്കിൽ chi2 എന്തായിരിക്കും? 0. അപ്പോൾ ഗ്രാഫ് ഇവിടുന്ന് ഇവിടേക്ക് 0 to 1 ഇങ്ങോട്ടാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. 0 to 1 origin to 1. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമുക്കറിയാം സ്ട്രൈറ്റ് ലൈൻ ആണ്, കാരണം മോൾ ഫ്രാക്ഷൻ is directly proportional to vapor pressure. ഗ്രാഫ് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇവിടെ ആക്സിസിൽ മുട്ടിയ ഈ പോയിന്റ് പറഞ്ഞ പേരാണ് P20 മാക്സിമം വാല്യൂ. ഇത് നമ്മൾ എന്ത് പറയും? P2. റിസൾട്ട് എന്തായിരിക്കും? രണ്ടും കൂടി ജോയിൻ ചെയ്താൽ പോരെ? That is P total is equal to P1 plus P2 ആയിരിക്കും ഓർക്കുക. ഇവിടെ വരച്ചപ്പോൾ എന്താണ്? എന്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു? P20 greater than P10. ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും ഒരുപോലെ വരയ്ക്കരുത് ഒരിക്കലും. അതായത് P20യുടെയും P10യുടെയും വാല്യൂ ഒരിക്കലും ഒരുപോലെ വരില്ല. ഒരു സൊല്യൂഷനകത്തുള്ള രണ്ട് കമ്പോണന്റുകളുടെ വേപ്പർ പ്രഷർ ഒരിക്കലും എന്താവില്ല? ഈക്വൽ ആവില്ല, ഡിഫറന്റ് ആയിരിക്കും. ഒന്നിൽ ഒരാൾ കൂടുതൽ, മറ്റൊരാൾ എന്തായിരിക്കും? കുറവ്. എങ്ങനെ വേണോ വരയ്ക്കാം. രണ്ടുമാരുടെ ഗ്രാഫ് തന്നെയാണ്, റൗൾട്ട്സുടെ ഗ്രാഫാണ്. ഗ്രാഫിക് റെപ്രസെന്റേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഓർക്കുക. ഗ്രാഫ് വരയ്ക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ ഒരു പെട്ടി വരച്ചതിനകത്ത് കുറച്ച് ലൈൻസ് ഇട്ട് വെച്ചാൽ പോരാ. അതിനകത്ത് എക്സിലെയും വൈയിലെയും പാരാമീറ്ററുകൾ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ എന്ന് ഓർക്കുക. നമ്മള് ഗ്രാഫിന്, റൗൾട്ട്സുടെ ഗ്രാഫിന് മാറില്ല, ഏത് ഗ്രാഫിനാലും മാർക്ക് കിട്ടണമെങ്കിൽ എക്സിലെയും വൈയിലെയും പാരാമീറ്ററുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയാൽ മാത്രമേ ഗ്രാഫിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഗ്രാഫിന് എന്തുണ്ടാകുന്നുള്ളൂ? പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ എന്ന് കൂടെ ഓർത്തു വെച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാഫ് റെപ്രസെന്റേഷൻ. സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ. അടുത്ത നമുക്ക് നോക്കാൻ ടേം എന്ന് പറഞ്ഞാൽ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ എന്ന വാക്കുകൾ മനസ്സിലായി കാണും. ആദർശം, ഐഡിയാലിറ്റി ഒക്കെ കേട്ടിട്ടുള്ള വാക്കുകൾ അല്ലെ. ഐഡിയൽ ഗ്യാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയൽ ആയിട്ട് ലോ ആണ് റൗൾട്ട്സ് ലോ. ഈ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസിലും, ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും എല്ലാ കണ്ടീഷൻസിലും റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷനെ പറഞ്ഞ പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ സൊല്യൂഷൻ which obeys Raoult's law over the entire range of concentration region and at all temperature. എല്ലാ കോൺസെൻട്രേഷൻ റീജിയൻസിലും എല്ലാ ടെമ്പറേച്ചറിലും റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷനെ നമുക്ക് എന്ത് പേര് പറയാം? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് ഒബേ ചെയ്തിരിക്കണം? റൗൾട്ട്സ് ലോ ഒബേ ചെയ്യണം. That is P1 equal to P10 into chi1 ആയിരിക്കണം റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ P2 equal to P20 into chi2 ആയിരിക്കണം. ഇതാണ് റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞത് അല്ലേ. അതുപോലെ ഈ ഐഡിയൽ സൊല്യൂഷന്റെ ക്രൈറ്റീരിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആയിരിക്കണം. അതായത് എൻതാൽപി ഓഫ് മിക്സിംഗ് 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സോൾവെന്റിനെയും സൊല്യൂട്ടിനെയും ആഡ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഈ സോൾവെന്റിന് ഒരു ഹീറ്റ് ഉണ്ട്, അതുപോലെ സൊല്യൂട്ടിന് ഒരു ഹീറ്റ് ഉണ്ട്. ഈ രണ്ടിന്റെയും ഹീറ്റ് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കണം സൊല്യൂഷന്റെ ഹീറ്റ്. അപ്പോഴേ എൻതാൽപി ഓഫ് മിക്സിംഗ് എന്താകത്തുള്ളൂ? 0 ആകുള്ളൂ. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. സപ്പോസ് എന്റെ കയ്യിൽ ഒരു സോൾവെന്റ് ഉണ്ട്, അതിന്റെ ഹീറ്റ് 10 ജൂൾ ആണെന്നിരിക്കട്ടെ. എന്റെ കയ്യിൽ ഒരു സൊല്യൂട്ട് ഉണ്ട്, അതിന്റെ ഹീറ്റ് 5 ജൂൾ ആണെന്നിരിക്കട്ടെ. കിട്ടുന്ന സൊല്യൂഷന്റെ ഹീറ്റ് 10 + 5 15 ജൂൾ ആയിരിക്കണം. എങ്കിൽ എന്താകുള്ളൂ? ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആകത്തുള്ളൂ. എങ്ങനെ? പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ്. ഇപ്പോഴല്ലേ 0 ആകത്തുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടോ? ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്താകണം? 0 ആയാലേ സൊല്യൂഷൻ എന്താകുള്ളൂ? ഐഡിയൽ ആകുള്ളൂ. അതുപോലെ ഡെൽറ്റ വി മിക്സിംഗും വോളിയം ഓഫ് മിക്സിംഗും എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാല് ഇതേപോലെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. സോൾവെന്റിന്റെ വോളിയം 10 ലിറ്റർ ആണെന്നിരിക്കട്ടെ. അതിനകത്തേക്ക് 5 ലിറ്റർ സൊല്യൂട്ട് ആഡ് ചെയ്തു. കിട്ടുന്ന സൊല്യൂഷന്റെ വോളിയം 15 ലിറ്റർ ആയിരിക്കണം. അപ്പോഴേ ഡെൽറ്റ വി മിക്സിംഗ് എന്താകത്തുള്ളൂ? 0 ആവുള്ളൂ. 15 - 10 + 5 0 ആകത്തില്ലേ?
എങ്കിലേ സൊല്യൂഷൻ എന്താവുള്ളൂ, ഐഡിയൽ ആവുള്ളൂ. അതായത് സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും വോളിയം ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കണം ആ സൊല്യൂഷന്റെ വോളിയം. അപ്പോഴേ ഡെൽറ്റ വി മിക്സിംഗ് എന്താകത്തുള്ളൂ, സീറോ ആവുള്ളൂ. അപ്പൊ ഡെൽറ്റ വി മിക്സിംഗ് സീറോ ആയാൽ എന്ത് ചെയ്യുള്ളൂ, സൊല്യൂഷൻ ഐഡിയൽ ആകത്തുള്ളൂ. എന്ന് പറഞ്ഞാല് സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം തന്നെ ആയിരിക്കണം സൊല്യൂഷന്റെ വോളിയം, കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് എ സൊല്യൂഷൻ which obeys Raoult's law over the entire range of concentration region and at all temperature, then it is called ഐഡിയൽ സൊല്യൂഷൻ. സൊല്യൂഷൻ ഐഡിയൽ കണ്ടീഷൻ എന്താ, ഡെൽറ്റ വി മിക്സിംഗ് സീറോ ആയിരിക്കണം, അതുപോലെ ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം എന്ന് ഓർക്കുക. ഇനി ഒരു സൊല്യൂഷൻ എന്തുകൊണ്ട് ഐഡിയൽ ആയി എന്ന് നമുക്ക് മോളിക്കുലാർ ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. സൊല്യൂഷൻ എന്തുകൊണ്ട് ഐഡിയൽ ആയി നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, മോളിക്കുലാർ ലെവലിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നോക്കുക. എന്റെ ഒരു സോൾവെന്റ് ഉണ്ട്, ഞാൻ എ എന്ന് എടുക്കുന്നു. അപ്പൊ ആ സോൾവെന്റ് മോളിക്യൂളുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. എ മോളിക്യൂളുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുമല്ലോ. അതുപോലെ എന്തെങ്കിലും ഒരു സോല്യൂട്ട് ഉണ്ട്, എന്തുണ്ട്, സൊല്യൂട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂട്ട് മോളിക്യൂൾസിനിടയിലും എന്തുണ്ടാകും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകണം. പി ബി മോളിക്യൂൾ, സൊല്യൂട്ട് മോളിക്യൂൾസിനിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇനി ഈ സോൾവെന്റും സൊല്യൂട്ടും ഞാൻ സൊല്യൂഷൻ ഉണ്ടാവുകയാണ്, എ ബി എന്ന സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ സോൾവെന്റിനും സൊല്യൂട്ടിനും ഇടയിൽ എന്തുണ്ടാകും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. ഇതിലല്ലേ സൊല്യൂഷൻ ആവുള്ളൂ. ഈ എല്ലാ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഈക്വൽ ആയാൽ സൊല്യൂഷൻ എന്തായിരിക്കും, ഐഡിയൽ ആയിരിക്കും. അതായത് in the case of an ideal solution, solvent solute interaction must be equal to solvent and solute interaction. അതായത് സോൾവെന്റ് മോളിക്യൂളുകൾക്കിടയിലുള്ള ഇന്ററാക്ഷനും സൊല്യൂട്ട് മോളിക്യൂളുകൾക്കിടയിലുള്ള ഇന്ററാക്ഷനും ഈക്വൽ ആയിരിക്കണം സോൾവെന്റിനും സൊല്യൂട്ടിനും ഇടയിലുള്ള ഇന്ററാക്ഷൻ. എങ്കിലേ സൊല്യൂഷൻ എന്താകത്തുള്ളൂ, ഐഡിയൽ ആവുകയുള്ളൂ. ഓർക്കാൻ പറ്റുമല്ലോ, മോളിക്കുലാർ ലെവലിൽ സൊല്യൂഷൻ എന്തുകൊണ്ട് ഐഡിയൽ ആയി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. In the case of an ideal solution, solvent-solute interaction must be equal to solvent and solute interaction. Simple അല്ലേ, ഓർക്കാമല്ലോ. ഇനി ഈ ഐഡിയൽ സൊല്യൂഷൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഓർക്കുക. അതായത് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത് ബെൻസീനും ടൊളുവിനും ചേർന്ന സൊല്യൂഷൻ. ബെൻസീൻ ആൻഡ് ടൊളുവിൻ, ബെൻസീനും ടൊളുവിനും ചേർന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ആണ്. അതുപോലെ നോർമൽ ഹെക്സൈനും നോർമൽ ഹെപ്റ്റൈനും ചേർന്ന സൊല്യൂഷൻ ഐഡിയൽ ആണ്. അതുപോലെ ഈഥൈൽ ബ്രോമൈഡും ഈഥൈൽ അയഡൈഡും ചേർന്ന സൊല്യൂഷൻ എന്താണ്, ഐഡിയൽ ആണെന്ന് ഓർക്കുക. ഇതെല്ലാം ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഒരിക്കൽ കൂടെ ഓർത്ത് വെച്ചേക്കുക, ബെൻസീന്റെയും ടൊളുവിന്റെയും solution of benzene and toluene, അതുപോലെ solution of normal hexane and normal heptane, അതുപോലെ solution of ethyl bromide and ethyl iodide, ഇവയെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്, ഐഡിയൽ സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. സിമ്പിൾ അല്ലേ, ഓർക്കാലോ. അപ്പം എല്ലാ കണ്ടീഷൻസിലും, അതായത് എല്ലാ കോൺസെൻട്രേഷൻ റീജിയൻസിലും ടെമ്പറേച്ചറിലെ എല്ലാ കണ്ടീഷൻസിലും റൗൾട്ട്സ് ലോ ഉപയോഗിച്ച സൊല്യൂഷൻ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു എങ്കിൽ എല്ലാ കണ്ടീഷൻസിലും റൗൾട്ട്സ് ലോ ഒബേ ചെയ്ത സൊല്യൂഷൻസ് ഉണ്ടാവുമല്ലോ. അത് നമ്മൾ എന്ത് പറയാം, നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇത് പറയാം നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാമെന്ന് ഓർത്തു വെച്ചേക്കുക. അതായത് എല്ലാ കണ്ടീഷൻസിലും റൗൾട്ട്സ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനെ പറയുന്ന പേരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്താ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നതിന് പറഞ്ഞ മീനിങ് എന്താ? റൗൾട്ട്സ് ലോ എന്താ പറഞ്ഞിരിക്കുന്നത്, P1 equal to P10 into Chi1 ആയിരിക്കണം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. P2 equal to P20 into Chi2, രണ്ടുപേരും വോളറ്റൈൽ ആണെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. എന്താ ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് നോട്ട് ഈക്വൽ ടു ആയിരിക്കും. അതായത് P1 not equal to P10 into Chi1, അതുപോലെ P2 not equal to P20 into Chi2. സിമ്പിൾ അല്ലേ, ഓർത്തുകൂടെ. റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നില്ല അല്ലേ. എന്താ നോട്ട് ഈക്വൽ ടു മീനിങ് എന്താ? നമുക്ക് അറിയുന്ന കാര്യം നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ മീനിങ്? ഞാൻ പറയാണ് എനിക്ക് കിട്ടിയ മാർക്ക് 60 അല്ല, എന്ത് ചിന്തിക്കണം, 60നേക്കാൾ കൂടുതലാകാം അല്ലെങ്കിൽ 60നേക്കാൾ കുറവുമാകാം. രണ്ട് സാധ്യതകളുണ്ട് ഇവിടെ. അതുപോലെ ഇവിടെയും നോട്ട് രണ്ട് സാധ്യതകളുണ്ട് അല്ലെ. ഒന്നുകിൽ P1 എന്താണ്, P10 into Chi1നേക്കാൾ കൂടുതലാകാം, അല്ലെങ്കിൽ എന്താണ് P10 into Chi1നേക്കാൾ കുറവുമാകാം. അതുപോലെ P2 എന്താണ്, P20 into Chi2നേക്കാൾ ചെറുതാകാം, അല്ലെങ്കിൽ P20 into Chi2നേക്കാൾ വലുതുമാകാം. രണ്ട് പോസിബിലിറ്റീസ് ഇല്ലേ, നോക്കാം. ഒന്നാമത്തെ പോസിബിലിറ്റി പറയുന്നത് P10 into Chi1നേക്കാൾ കൂടുതലായി, അതുപോലെ P20 ആരേക്കാൾ കൂടുതലായി,
P20 into Chi2 നേക്കാൾ കൂടുതലായി. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ റൗട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ കൂടുതലായി എങ്കിൽ അവയെ പറയുന്നവയാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവ. റൗട്ട്സ് ലോ എന്ത് കാണിക്കുന്നു? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗട്ട്സ് ലോ. റൗട്ട്സ് ലോയിൽ എന്ത് കാണിക്കുന്നവ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവ എന്ന് പറയാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ റൗട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ കൂടുതലായാൽ, if the calculated vapor pressure is higher than that is predicted by Raoult's law, then it shows positive deviation from Raoult's law. സിമ്പിൾ അല്ലേ? ഓർക്കാമല്ലോ, ഓർത്തൂടെ? ഇനി എന്തുകൊണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ കാണിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സോൾവെന്റ് ഉണ്ട്, ആ സോൾവെന്റ് മോളിക്യൂൾക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സൊല്യൂട്ട് ഉണ്ട്, സൊല്യൂട്ട് മോളിക്യൂൾക്കിടയിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇത് തമ്മിൽ ചേർന്ന് സൊല്യൂഷൻ ആകുമ്പോൾ സോൾവെന്റിനും സൊല്യൂട്ടിനും ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മറ്റു രണ്ട് ഫോഴ്സുകളെക്കാൾ ചെറുതാണ്. ദാറ്റ് ഈസ് സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ആകർഷണ ബലം കുറവാണ്. അപ്പോൾ കൂടുതൽ എന്തായി പോകും? വേപ്പർ ആയി പോകും. വേപ്പർ പ്രഷർ കൂടും. വേപ്പർ പ്രഷർ കൂടുതൽ എന്നല്ലേ പറഞ്ഞേ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആണ്. സൊല്യൂഷനകത്തുള്ള സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആണെങ്കിൽ അത് എന്ത് കാണിക്കുന്നു? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് എന്നല്ലേ പറഞ്ഞേ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആണെങ്കിൽ എനർജി ഇൻക്രീസ് ചെയ്യും. എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും എന്ന് ഓർക്കുക. എന്ത് റിയാക്ഷൻ ആണ്? എൻഡോതെർമിക് റിയാക്ഷൻ. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഡെൽറ്റ എച്ച് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്ന് ഓർക്കുക. ഇനി പറഞ്ഞു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് എന്നല്ലേ? വീക്ക് ആവുമ്പോൾ മോളിക്യൂൾ സഞ്ചാര സ്വാതന്ത്ര്യം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വോളിയം എന്ത് ചെയ്യും? കൂടും. ദാറ്റ് ഈസ് ഡെൽറ്റ വി എന്തായിരിക്കും? 0യേക്കാൾ കൂടുതലായിരിക്കും. ഡെൽറ്റ വിയും പോസിറ്റീവ് ആയിരിക്കും, ഇൻക്രീസ് ചെയ്യുമെന്ന് ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് എന്നാ പറഞ്ഞേ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എനർജി ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് ആവുമ്പോൾ ഡെൽറ്റ എച്ച് എന്താണ്? പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0. അതുപോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആവുമ്പോൾ മോളിക്യൂൾസിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടും, വോളിയം കൂടും. ഡെൽറ്റ വി ഈസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് ഡെൽറ്റ വി ഈസ് ആൾസോ ഗ്രേറ്റർ ദാൻ 0. സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടെ ഉണ്ട്, ഓർത്ത് വെച്ചേക്കണം. നമുക്ക് റൗട്ട്സ് ലോയുടെ ഗ്രാഫ് വരയ്ക്കാൻ അറിയാം. എക്സ് ആക്സിൽ എന്താ എടുക്കാറുള്ളത്? മോൾ ഫ്രാക്ഷൻ. വൈ ആക്സിൽ എന്താ എടുക്കാറുള്ളത്? വേപ്പർ പ്രഷർ. ബൈനറി സൊല്യൂഷന്റെ ഗ്രാഫ് അല്ലേ വരയ്ക്കാറുള്ളത്? ഒന്നാമത്തെ കമ്പൗണ്ട് Chi1 മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 1. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആണ്. കാരണം പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. ഗ്രാഫ് സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ. ഇവിടെ മുട്ടിയ പോയിന്റ് എന്താ? P1 0. ഇതെന്താ സാധനം? P1. രണ്ടാമത്തെ കമ്പൗണ്ട് Chi1 0 ആവുമ്പോൾ Chi2 എത്രയായിരിക്കണം? 1. Chi1 ഉണ്ടാവുമ്പോൾ Chi2 എത്രയായിരിക്കണം? 0. ഗ്രാഫ് ഇങ്ങോട്ട് 0 to 1 അല്ലേ? അപ്പൊ ഗ്രാഫ് എന്തായിരിക്കും? ഇവിടെ മുട്ടിയ പോയിന്റ് എന്താ? P2 0. ഗ്രാഫ് എന്താ? P2. റിസൾട്ട് എന്താ? P total is equal to P1 plus P2. ഇതാരുടെ ഗ്രാഫാണ്? റൗട്ട്സ്ലോയുടെ ഗ്രാഫാണ്. പോസിറ്റീവ് ഡീവിയേഷൻ സംഭവം എന്താ? റൗട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ ആരുടെ വാല്യൂ കൂടുതലായിരിക്കും? P1 ന്റെ വാല്യൂ കൂടുതലായിരിക്കും. അതുപോലെ ആരുടെ വാല്യൂ കൂടുതലായിരിക്കും? P2 ന്റെ വാല്യൂ കൂടുതലായിരിക്കും. P1 ഉം P2 ഉം കൂടുതലായാൽ സംഭവിക്കും P ടോട്ടലിന്റെ വാല്യൂ കൂടും എന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. അതാണ് പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ്. റൗട്ട്സ്ലോയുടെ ഗ്രാഫ് വരയ്ക്കുക. P1 ന്റെ വാല്യൂ കൂടുതലായിരിക്കും, P2 ന്റെ വാല്യൂ കൂടുതലായിരിക്കും. അതുപോലെ ആരുടെ വാല്യൂ കൂടുതലായിരിക്കും? P ടോട്ടലിന്റെ വാല്യൂ കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. ഈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന കുറച്ച് സൊല്യൂഷൻസിന്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. എത്തനോളും സൈക്ലോഹെക്സൈനും ചേർന്ന സൊല്യൂഷൻ മനസ്സിലാക്കുക. എത്തനോളിനകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, സ്ട്രോങ്സ്റ്റ് ബോണ്ട് ആണ്. അതിനകത്തേക്ക് സൈക്ലോഹെക്സൈൻ ആഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഇടയിലേക്ക് ആര് കയറി ചെല്ലും? സൈക്ലോഹെക്സൈൻ കയറി ചെല്ലുകയും ബോണ്ടിനെ വീക്ക് ആക്കുകയും ചെയ്യും. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താകും? വീക്ക് ആകും. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അതുപോലെ എക്സാമ്പിൾ ആണ് അസറ്റോൺ കാർബൺ ഡൈ സൾഫൈഡ്, അസറ്റോൺ ഹെക്സൈൻ, വാട്ടർ ആൽക്കഹോൾ, ഈതർ അസറ്റോൺ. ഇതൊക്കെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. ഓർത്ത് വെച്ചേക്കണം. ഏതൊക്കെയാണ്? എത്തനോളും സൈക്ലോഹെക്സൈനും, അസറ്റോണും കാർബൺ ഡൈ സൾഫൈഡും,
അസറ്റോണും ഹെക്സൈനും വാട്ടറും ആൽക്കഹോളും ചേർന്ന മിക്സർ, അതുപോലെ തന്നെ ഈതറും അസറ്റോണും ചേർന്ന മിക്സർ. ഇവിടെയും അങ്ങനെയാണ്. വാട്ടറിനകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതിനകത്തേക്ക് ആൽക്കഹോൾ ചേർക്കുമ്പോൾ ആ ഹൈഡ്രജൻ ബോണ്ടിങ് ആര് ബ്രേക്ക് ചെയ്യും? ആൽക്കഹോൾ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ബോണ്ട് ഫോം ചെയ്യും. പക്ഷെ അത് വീക്ക് ആയിരിക്കും. ഓർക്കാൻ പറ്റുമല്ലോ, സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? ഇതൊക്കെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ് എന്ന് ഓർത്തു വെക്കുക. നമ്മൾ രണ്ട് പോസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ പറയുന്നതിനേക്കാൾ കൂടുതലാണെന്ന കേസ് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ കുറവായിക്കൂടെ? ആകാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ എന്താകാം? ചെറുതാകാം. എങ്കിൽ അത് കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് പറയണം? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവ എന്ന് പറയണം. അതായത് if the calculated vapor pressure is lower than that is predicted by Raoult's law, റൗൾട്ട്സ് ലോ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാൾ കുറവാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ എങ്കിൽ എന്ത് കാണിക്കുന്നു പറയണം? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു പറയണം. if the calculated vapor pressure is lower than that is predicted by Raoult's law, then it shows negative deviation. എന്തുകൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു? നേരത്തെ അതേ സിറ്റുവേഷൻ എടുക്കാം. എന്തെങ്കിലും ഒരു സോൾവെന്റ് ഉണ്ട് എ, അതിലെ മോളിക്യൂളുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകണം, സ്റ്റേബിൾ ആണെങ്കിൽ നിർബന്ധം ഉണ്ടാകണം. അതുപോലെ സൊല്യൂട്ട് ഉണ്ട് ബി, അതിന്റെ മോളിക്യൂൾസിനിടയിൽ എന്തുണ്ടാകണം? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകണം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇത് രണ്ടിനും സൊല്യൂഷൻ എ ബി എന്ന സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ സോൾവെന്റിനും സൊല്യൂട്ടിനും ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകണം. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷനേക്കാളും സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷനേക്കാളും കൂടുതൽ, ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ, സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതൽ, കുറച്ച് മാത്രമേ വേപ്പർ ആയി പോകുള്ളൂ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലല്ലേ? മോളിക്യൂൾസ് പെട്ടെന്ന് എന്തായി പോകുന്നില്ല? വേപ്പർ ആയി പോകുന്നില്ല. വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ എന്ത് ചെയ്യും? കുറയും. അപ്പൊ എന്ത് കാണിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ എന്നല്ലേ പറഞ്ഞത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? എനർജി ഡിക്രീസ് ചെയ്യും. എനർജി ഡിക്രീസ് ചെയ്താൽ എന്ത് റിയാക്ഷൻസ് ആയിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും എന്ന് ഓർക്കുക. കാരണം എനർജി കുറയുകയല്ലേ, കുറച്ച് എനർജി പുറത്തേക്ക് വിടുകയാണ്. ദാറ്റ് ഈസ് എന്ത് റിയാക്ഷൻസ് ആയിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 എന്ന് ഓർത്തു വെക്കുക. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുകയല്ലേ, മോളിക്യൂൾസ് അടുത്തേക്ക് വരികയല്ലേ, വോളിയം എന്ത് ചെയ്യും? കുറയും. വോളിയം കുറയുക മീൻസ് ഡെൽറ്റ വി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ വിയും 0യേക്കാൾ കുറവായിരിക്കുമെന്ന് ഓർത്തു വച്ചേക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടെ നമ്മൾ ഓർത്തു വെക്കണം. നമുക്ക് റൗൾട്ട്സ് ലോയുടെ ഗ്രാഫ് വരയ്ക്കാൻ അറിയാം. എക്സ് ആക്സിൽ എന്തെടുക്കുക? മോൾ ഫ്രാക്ഷൻ. വൈ ആക്സിൽ എന്തെടുക്കുക? വേപ്പർ പ്രഷർ. ബൈനറി സൊല്യൂഷൻ ഗ്രാഫിലെ വരയ്ക്കുക. ഒന്നാമത്തെ കമ്പോണന്റ് chi1, ഒറിജിൻ വാല്യൂ എത്ര? 0, മാക്സിമം വാല്യൂ എത്ര? 1. ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ. കാരണം എന്താണ്? വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ. മുട്ടിയ പോയിന്റ് എന്താ? മാക്സിമം വാല്യൂ P1 0, ഇതെന്താ? P1. chi1 ന്റെ വാല്യൂ 0 ആണെങ്കിൽ chi2 എത്ര ആയിരിക്കണം? 1. കാരണം chi1 plus chi2 എത്ര കിട്ടണം? 1 കിട്ടണം. chi2 എത്ര എവിടെയാ? 0. 1 plus 0 0. അപ്പോൾ ഗ്രാഫ് ഇവിടുന്ന് എവിടേക്കാ? 0 to 1. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഗ്രാഫ് എന്ത് തന്നെയാണ്? സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്, മാറ്റമൊന്നും ഇല്ല. ഇവിടെ മുട്ടിയ പോയിന്റ് എത്രയാണ്? P2 0. ഈ ഗ്രാഫ് എത്രയാ? P2. റിസൾട്ടിന് എത്രയായിരിക്കും? ആഡ് ചെയ്താൽ പോരെ? That is P total is equal to P1 plus P2. ഇത് റൗൾട്ട്സ് ലോയുടെ ഗ്രാഫ്. എന്താ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ കുറവായിരിക്കും. ദാറ്റ് ഈസ് P1. ഇത് റൗൾട്ട്സ് ലോ പറഞ്ഞതാ, അതിനേക്കാൾ കുറവായിരിക്കും. P2 ഇത് റൗൾട്ട്സ് ലോ പറഞ്ഞതാ, അതിനേക്കാൾ കുറവായിരിക്കും. P1 ഉം P2 ഉം കുറവായാൽ എന്ത് ചെയ്യും? P ടോട്ടൽ എന്ത് ചെയ്യും? കുറവായിരിക്കുമെന്ന് ഓർത്തു വെച്ചേക്കുക. ഓർക്കാൻ പറ്റുമല്ലോ. ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ഗ്രാഫ് ആണ്. ഇപ്പൊ എന്താ നെഗറ്റീവ് ഡീവിയേഷൻ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ പറയുന്നതിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് കാണിക്കുന്നു പറയാം? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു പറയാനായിട്ട് പറ്റും. ഇനി കുറച്ച് എക്സാമ്പിളുകളൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഈ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് കുറച്ച് എക്സാമ്പിൾ ആണ്. ഒന്ന് ക്ലോറോഫോം ആൻഡ് ഈതർ. ക്ലോറോഫോം ആൻഡ് ഈതർ ചേർന്ന സൊല്യൂഷൻ. ഈ ക്ലോറോഫോമിനെ ഈതറിനകത്തേക്ക് ചേർക്കുമ്പോൾ അതിനകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും.
ബോണ്ടിങ് ഫോം ചെയ്യുമ്പോൾ മോളിക്കൂൾ എന്താവുകയാണ്? സ്ട്രോങ്ങർ ആവുകയാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ എന്ത് സംഭവിക്കും? പേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അതുപോലെ എക്സാമ്പിൾ ആണ് ബെൻസീൻ ആൻഡ് ക്ലോറോഫോം. അതുപോലെ എക്സാമ്പിൾ ആണ് വാട്ടർ ആൻഡ് നൈട്രിക് ആസിഡ്. വാട്ടർ ആൻഡ് നൈട്രിക് ആസിഡ്. അതുപോലെ എക്സാമ്പിൾ ആണ് അസറ്റോൺ ആൻഡ് അനിലിൻ. അതുപോലെ എക്സാമ്പിൾ ആണ് ക്ലോറോഫോം ആൻഡ് നൈട്രിക് ആസിഡ്. അതുപോലെ എക്സാമ്പിൾ ആണ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ഇതൊക്കെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. ഈ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ അത് സോൾവെന്റും സൊല്യൂട്ടും നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും ഒരു ഉയർന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫോം ചെയ്യുകയും അതിന്റെ വേപ്പർ പ്രഷർ കുറയുകയും ചെയ്യുമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ. എന്താ പോസിറ്റീവ് ഡീവിയേഷൻ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ റൗട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു, കുറവാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതിന്റെ ഗ്രാഫുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിളുകളും പഠിച്ചു വെച്ചേക്കുക. സിമ്പിൾ അല്ലേ? ഓർത്ത് വെച്ചുകൂടെ? വളരെ കൃത്യതയോടെ ക്ലാരിറ്റിയോടെ പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രധാനമായും റൗട്ട്സ് ലോ ഓർത്തിരിക്കുക. റൗട്ട്സ് ലോ ഫോർ വോളറ്റൈൽ ലിക്വിഡ്സ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാലും നോൺ വോളറ്റൈൽ സൊല്യൂട്ടും കൂടി ഓർത്ത് വെച്ചേക്കുക. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആകും വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ എന്ന് ഓർത്ത് വെച്ചാൽ മതി. റൗട്ട്സ് ലോ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അടുത്ത് പഠിച്ചത് റൗട്ട്സ് ലോയുമായി ബന്ധപ്പെട്ട ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, ദെൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, രണ്ട് ടൈപ്പ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഏതാണ്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവയും ഒപ്പം നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. അതിന്റെ ഗ്രാഫുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എന്തായിരിക്കും? എപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എന്താണ്? വളരെ സിമ്പിൾ ആയവർക്ക് എന്താ ഐഡിയൽ സൊല്യൂഷൻ? റൗട്ട്സ് ലോ ഉപയോഗിച്ച സൊല്യൂഷൻ അല്ലേ ഐഡിയൽ സൊല്യൂഷൻ? അതായത് റൗട്ട്സ് ലോയുടെ ഗ്രാഫ് തന്നെയാണ് ആരുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ്. റൗട്ട്സ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നെയാണ് ആരുടെ ഗ്രാഫും ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് റൗട്ട്സ് ലോ, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ. അതിനകത്ത് രണ്ടെണ്ണം പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. തുടർന്നുള്ള ടോപ്പിക്കുകൾ വരുന്ന ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.